Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Okay. So, Activana, എല്ലാവരും? Yeah, Good afternoon, ma'am. good afternoon. Okay. ഫുഡൊക്കെ Activana, കഴിച്ചോ? പിന്നെ ഫുഡ് കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? കഴിച്ചു. Activana, ഫുഡ് കഴിച്ചാൽ അത് ആക്റ്റീവാണ്, റെഡിയാണ് അല്ലേ? ഓക്കെ. Yeah. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രപ്പോസിഷൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തിരുന്നു അല്ലേ? ഇനി Yes. ഏതെങ്കിലും പ്രപ്പോസിഷൻ ഡൗട്ട് ഉണ്ടോ? അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടോ? ടു പിന്നെ എഗോ ബിഫോർ നമുക്കിത് മൂന്നും നോക്കിയാലോ? പറയൂ. Okay, miss. ഇത് മൂന്നും കൊണ്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടു ആണ് കേട്ടോ. ടു എഴുതാം. ടു നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യാം? പോയിന്റ് വൈസ് ഒക്കെ എഴുതാം. To indicate the direction or destination. To indicate the direction or destination. To indicate the direction or destination. Okay. ഡയറക്ഷനെയും ഡെസ്റ്റിനേഷനെയും കാണിക്കാൻ വേണ്ടി നമ്മൾ ടു ആണ് യൂസ് ചെയ്യുക അല്ലെ? നമ്മള് എങ്ങോട്ടാ പോവാ? നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? ഒന്ന് പറഞ്ഞു നോക്കി. I'm going to school. Yeah, I'm going to school. Then I am going to temple. I'm going to temple. Yes. Then we are going to shopping. Then I'm going to any shop or like supermarket, like park, beach, theater. അല്ലെ? എന്ത് വേണമെന്ന് പറയും. എക്സാമ്പിൾ എഴുതിക്കോളൂ. വേറെ എക്സാമ്പിൾ പറഞ്ഞപ്പോ we are going to our school അല്ലെങ്കിൽ I'm going to school. Then I'm going to temple. Like he is going to temple. Then all of us went to Goa last week. പോയി എന്ന് പറയാം. All of us went. Went ആണ്. എല്ലാവരും ഗോവയിൽ കഴിഞ്ഞ ആഴ്ച പോയി. All of us went to Goa last week. All of us went to Goa last week. Okay. അപ്പോ നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത്, എന്താണ് അല്ലെ? നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത്, ഒരു ഡയറക്ഷൻ ആകാം, ഡെസ്റ്റിനേഷൻ ആകാം അല്ലെ? സോ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ അറിയാണ്ട് പോലും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ ടു പ്രപ്പോസിഷൻ പഠിച്ചിട്ടല്ലോ നമ്മൾ ഇത്രയും എക്സാമ്പിൾ പറഞ്ഞത് അല്ലെ? നമുക്ക് അറിയാം, ഓൾറെഡി നമുക്ക് അറിയാം അവിടെ ടു ആണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? അപ്പൊ ഡെസ്റ്റിനേഷൻ ഡയറക്ഷൻ പറയാൻ ടു യൂസ് ചെയ്യുന്നു. ഇനി അടുത്തത് to indicate the receiver of an action. To indicate the receiver, സ്വീകരിക്കുന്ന ആൾ അല്ലെ? Receiver of an action. ആക്ഷനില് റിസീവറിന് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെ, സ്വീകരിക്കുമ്പോൾ നമ്മൾ ടു ആണ് യൂസ് ചെയ്യുക. ഞാൻ എക്സാമ്പിൾ പറയുന്നത് ക്ലിയർ. To indicate the receiver of an action. To indicate the receiver of an action. Okay. Example, could you pass the bottle to me? Could you pass the bottle to me? And could you give the bottle to me? എനിക്ക് ബോട്ടിൽ ഒന്ന് തരാവോ അല്ലെ? അപ്പൊ ഞാനാ റിസീവ് ചെയ്യുന്നത്.
ടു മീ എനിക്ക് അല്ലെ, ടു മീ റിസീവ് ചെയ്യുന്ന ഞാനായതുകൊണ്ട് നമുക്ക് ടു യൂസ് ചെയ്യാവുന്നതാണ്. could you give the bottle to me? Could you pass ചെയ്യോ എന്ന് പറയില്ലേ? could you pass the bottle to me എന്ന് പറയാം. അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. സ്പീഡ് കൂടുന്നുണ്ടോ? എഴുതാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. കുറച്ച് സ്പീഡ് കൂടുതലാ. കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഏതെങ്കിലും മിസ് ചെയ്തോ? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാട്ടോ, അവനോട് പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിള്, could you pass the bottle to me? ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ആണേ. അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. The company gave their most valuable post to me. The company gave their most valuable post to me. എനിക്ക് തന്നു അല്ലെ, most valuable post എനിക്ക് തന്നു എന്നാ പറഞ്ഞത്. അപ്പൊ റിസീവർ ആരാണോ അവർക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ആണ് ടു. അടുത്ത പോയിന്റ് ഇങ്ങനെ എഴുതാട്ടോ. ഫ്രം ടു, നമ്മൾ ഫ്രം ടു യൂസ് ചെയ്യാറില്ലേ അല്ലെ, അതിലും ടു വരുന്നുണ്ട്. അത് ടൈം എക്സ്പ്രഷൻ ആണ് കാണിക്കുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. ഫ്രം ടു എന്ന് എഴുതാം, എന്നിട്ട് ടൈം എക്സ്പ്രഷൻ എന്ന് ബ്രാക്കറ്റിൽ എഴുതാം. ഓക്കെ, example എഴുതാം. I'm usually taking classes from 10 a.m. to 5 p.m. I'm usually taking classes from 10 a.m. and to 5 p.m. Okay, ആ ഒരു ടൈം എക്സ്പ്രഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ടു യൂസ് ചെയ്തു. അടുത്തത്, the office will be closed from Sunday to Saturday. ഓക്കെ, ഇപ്പൊ ഇതില് നമുക്ക് ടൈമിന്റെ കൂടെയും ഡേറ്റിന്റെ കൂടെയും ഇടയിടുകയും നമുക്ക് ടു യൂസ് ചെയ്യാം, ഫ്രം ടു യൂസ് ചെയ്യാം. Then അടുത്തത് between two നമ്പേഴ്സിനിടയിൽ നമുക്ക് ടു യൂസ് ചെയ്യാൻ പറ്റും. We invited 400 to 500 people to the wedding. വെഡിങ്ങിന് നമ്മൾ ഇത്രയും പേര് ക്ഷണിച്ചിട്ടുണ്ട്. 400 മുതൽ 400 അല്ലെങ്കിൽ 500, 400 500 നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോ നമ്പേഴ്സിനിടയിൽ പറയുമ്പോൾ നമുക്ക് ടു യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അടുത്തത് ബിറ്റ്വീൻ ടു നൗൺസ്. നൗൺസിന്റെ ഇടയിൽ രണ്ട് ബ്രാക്കറ്റില് ഡയറക്ഷൻ ഇടാം കേട്ടോ. ബിറ്റ്വീൻ ടു നൗൺസ് കഴിഞ്ഞിട്ട് ഡിറക്ഷൻ ഇടാം. ബ്രാക്കറ്റില് ഡിറക്ഷൻ. അത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ സിമ്പിൾ ആണ്. ഡയറക്ഷനും ഡെസ്റ്റിനേഷനും കാണിക്കാൻ ടു നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും പറയാം ദിസ് ഈസ് ദ റൈറ്റ് പാത്ത് ടു സക്സസ്. സക്സസിനുള്ള റൈറ്റ് വേ ഇതാണ് എന്ന് പറയും, സക്സസിന് വേണ്ടി അല്ലെ. സോ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഡയറക്ഷൻ പറയും അല്ലെ. സക്സസ് that is the road to the Red Fort. Red Fortലേക്കുള്ള റോഡ് അതാണ്. ഓക്കെ. After certain verbs അവിടെയും നമ്മൾ യൂസ് ചെയ്യും. She never replies to my proposal. നമ്മൾ verb-ന്റെ കൂടെ യൂസ് ചെയ്യാലോ. അതാണ് പറഞ്ഞത് certain verbs ഇതിന്റെ ഡയറക്ഷൻ തന്നെയാണ്. She never replies to my proposal. പ്രപ്പോസൽ നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. For example, ഇതിൽ പറയാലോ I don't want to talk to you. I don't want to talk to you. അല്ലെങ്കിൽ I don't want to talk to you. അല്ലെങ്കിൽ I'm not ready to talk to you. ഞാൻ നിന്നോട് സംസാരിക്കാൻ റെഡിയല്ല. ഞാൻ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. I'm not interested to talk to you. നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെയും നമുക്ക് ടു വെച്ചിട്ട് പറയാം. ഓക്കെ. ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ അല്ലെ. സിമ്പിൾ ആണ്. അടുത്തത് to draw comparison between two nouns. I prefer tea to coffee. ഇതൊരു പ്രിഫറൻസ് ആണ്, കമ്പാരിസൺ ആണ്. അവിടെ നമുക്ക് ടു യൂസ് ചെയ്യാം. India won the series by 3 matches to 1. ഇത് മൊത്തത്തിൽ കണ്ടിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അത്രയും ടെൻഷൻ അടിക്കണ്ട. നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ വന്ന ഡൗട്ട് ആണ്. അല്ലാതെ നിങ്ങൾക്ക് എവിടെയാണ് യൂസ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ. നമ്മൾ പഠിക്കാണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നത്. ടു വെച്ചിട്ട് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അറിയാണ്ടാണെങ്കിൽ പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ അത് യൂസ് ചെയ്തിട്ട് അറിയാവുന്നതാണ്. എക്സ്പ്ലെയിൻ ചെയ്തപ്പോ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. ഓക്കെ. Okay, the second preposition is echo. Okay, echo എഴുതാ. echo. Madam, please. Certain verbs ന്റെ കൂടെ ടു ഉപയോഗിക്കാൻ പറഞ്ഞില്ല. അതിൽ ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞില്ലേ മാഡം? അതേപോലെ നൗൺസിന്റെ കാര്യത്തിൽ പറഞ്ഞ നൗണും പറഞ്ഞു. അതില് ഡയറക്ഷന് പറയോ? Between two nouns അതും ഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ.
ഓക്കെ, അപ്പൊ എഴുതി കഴിഞ്ഞെങ്കിൽ അടുത്ത് എഴുതാം നമുക്ക്. എഗോ. എഗോ നമ്മൾ എങ്ങനെയാ പറയാ? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? I completed my degree 3 years ago. 3 years ago. Okay. Then നിങ്ങളിപ്പോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പിക്ക് ചെയ്ത് നിൽക്കാൻ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഒരാൾ പറഞ്ഞു ട്രെയിൻ 5 മിനിറ്റ് മുൻപ് പോയി എന്ന് പറഞ്ഞു. 5 മിനിറ്റ് മുൻപ് ട്രെയിൻ പോയി. എങ്ങനെയാ പറയാ? The train has left 5 minutes ago. The train has left. The train has left 5 minutes ago. എഴുതണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പറയാനേ, എഴുതണ്ട. അപ്പോ 5 മിനിറ്റ് മുൻപ് പോയി എന്ന് പറഞ്ഞു. നമ്മൾ യൂസ് ചെയ്തത് എഗോയാണ്. അല്ലെ, 5 minutes ago. 5 മിനിറ്റ് മുൻപ് പോയി. ഓക്കെ, ഇനിയിപ്പോ നീ വരുന്നതിന് ഒരു 5 മിനിറ്റ് മുൻപ് പോയി എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നീ വരുന്നതിന് മുൻപ്. The train has left. Just you have reached up. നീ വരുന്നതിന് മുൻപ് പോയി. നീ വരുന്നതിന് 5 മിനിറ്റ് മുൻപ് പോയി. The train has left. The train has left 5 minutes. ആര് വരുന്നതിന് മുൻപ്? 5 minutes before you reach. Yeah. Or before you arrive. You came എന്ന് പറയും. എന്തെഴുതണം? വരുന്നതിന് മുൻപ് പോയി, അല്ലെ? 5 മിനിറ്റ് വരുന്നതിന് മുൻപ് പോയി. നമ്മൾ യൂസ് ചെയ്തത്, ആദ്യം യൂസ് ചെയ്തപ്പോ എഗോ യൂസ് ചെയ്തു, ദെൻ നമ്മള് ബിഫോർ യൂസ് ചെയ്തു, അല്ലെ? ഓക്കെ, അപ്പോ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു അതിപ്പോ വർഷം ആയിക്കോട്ടെ, ഇയർ ആയിക്കോട്ടെ, മിനിറ്റ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് പാസ്റ്റിൽ പറയുമ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത് എഗോയാണ്. മനസ്സിലായോ? അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ടൈം അവിടെ മെൻഷൻ ചെയ്യും. പെർട്ടിക്കുലർ ടൈം എന്തായാലും മെൻഷൻ ചെയ്യും. A time to count back from the present. Okay, if I saw him 1 year ago. I saw him 1 year ago. അവിടെ 1 year ago എന്ന് പറഞ്ഞ ഇയർ മെൻഷൻ ചെയ്തു, എത്ര ഇയർ ആണെന്ന് മെൻഷൻ ചെയ്തു. പക്ഷെ ബിഫോർ എന്ന് പറയുമ്പോ നമ്മൾക്ക് കമ്പാരിസൺ ആണ്. എഗോ ആൻഡ് ബിഫോർ രണ്ടും ഡൗട്ട് വരുന്ന പ്രപ്പോസിഷൻ ആണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും എടുത്തത്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ എഗോ എഴുതുക, അതിനുശേഷം ഞാൻ ബിഫോർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. എഗോയുടെ കുറച്ച് എക്സാമ്പിൾസ് എഴുതുമ്പോഴും അതിനൊരു ചെറിയൊരു ഡെഫിനിഷൻ പോലെ എഴുതുക കേട്ടോ. A time to count back from the present. It's time to count back from the present. Present ചെയ്യുന്ന ബാക്കിലോട്ട് കൗണ്ട് ചെയ്യുന്ന ടൈം ആണ്, അല്ലെ? ഒരു സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ്, അല്ലെ? ഒരു സ്പെസിഫിക് ടൈം നമ്മളവിടെ മെൻഷൻ ചെയ്യും എഗോ യൂസ് ചെയ്യുമ്പോൾ. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. I was living in New York 10 years ago. I went to visit my sister 3 weeks ago. My brother got married 2 years ago.
Your cell phone rang a minutes ago. He left an hour ago. He finished school 6 years ago. The train has left 5 minutes ago. Okay. നമുക്ക് ഇവിടെ എഗോന് പകരം ബാക്ക് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ബാക്ക്, അതായത് the train has left 5 minutes back. She finished school 6 years back എന്നും യൂസ് ചെയ്യാം. എഗോന് പകരം ബാക്ക് യൂസ് ചെയ്തുകൊണ്ട് അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ. Okay, we can use the word back instead of ago. Okay. Yeah. Next, before that, before. Before. Before, count. Count. Count back from the past moment. Count back from the past moment. എന്നെഴുതുക. അതിൽ പ്രസന്റ് ആണെങ്കിൽ ഇത് പാസ്റ്റ് ആണ്. ഓക്കെ. ഇങ്ങനെ എഴുതാം. It has happened earlier with no specific time given. Okay. ഇവിടെ നമുക്ക് സ്പെസിഫിക് ടൈം ഒന്നും മാത്രം മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സെന്റൻസ് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു തുടങ്ങുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബിഫോർ. ഓക്കെ. അതായത് എന്തോ നടന്നതിന് മുൻപായിട്ട് അപ്പൊ നീ വരുന്നതിന് മുൻപ് ട്രെയിൻ പോയി എന്ന് പറഞ്ഞു, അല്ലെ നീ വരുന്നതിന് മുൻപ്. മനസ്സിലായോ? പ്രീവിയസ് അതായത് ഒരു കാര്യം പ്രസന്റിൽ നടന്നൊരു കാര്യമായിരിക്കും. നീ വരുന്നതിന് മുൻപ് ട്രെയിൻ പോയി. അപ്പോ നീ വരുന്നതിന് മുൻപ് എന്ന് കാണിക്കണമെങ്കിൽ അവിടെ എന്തോ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ബിഫോർ യു കെ, നീ വരുന്നതിന് മുൻപ് ട്രെയിൻ പോയി. The train has left എന്ന് പറയാം. ഓക്കെ. അപ്പോ എക്സാമ്പിൾ എഴുതാം. I'm going to the store. I'm going to the store or shop anything. I'm going to the store before I go to school. Before I go to school. I have seen this movie before. ഞാൻ എപ്പോഴും മുമ്പ് കണ്ടിട്ടുണ്ട് എന്നൊരു മീനിങ്ങിലാണ് വരാം. I have seen this movie before. ഞാൻ എപ്പോഴും മുൻപ് കണ്ടിട്ടുണ്ട്. അവിടെ കറക്റ്റ് ആയിട്ടൊരു ടൈം ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അതായത് ഞാൻ 3 വർഷം മുൻപ് കണ്ടിട്ടുണ്ട് എന്നൊന്നും പറയുന്നില്ല. എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, മുൻപ് കണ്ടിട്ടുണ്ട് എന്നൊരു മീനിങ്ങിലാണ് വരാം. മുൻപ് എപ്പോഴോ ഓർക്കുന്നില്ല. ഓക്കെ. ആ ഒരു രീതിയാണ് അവിടെ വരാം.
I saw her 3 years before I went to Spain. ഞാൻ സ്പെയിനിൽ പോകുന്നതിന് മുമ്പ് 3 വർഷം മുമ്പ് അവളെ കണ്ടു. സ്പെയിനിൽ പോകുന്നതിന് 3 വർഷം മുമ്പ് ഞാൻ അവളെ കണ്ടു. ഇവിടെ കറക്റ്റ് ഒരു ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രം ഒരു സെന്റൻസിന് മുൻപാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ബിഫോർ യൂസ് ചെയ്തിരിക്കുന്നത്. Do it before 7 o'clock. I have never met him before. I have never met him before. ഓക്കെ, ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോവാണ്. അപ്പൊ നമ്മൾ പറയാണ് ഞാൻ ഈ സ്ഥലം ഇതിനു മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. അതെങ്ങനെ പറയാം? ഞാൻ ഈ സ്ഥലം മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ പറയും? I have visited this place. എന്ത് പറയും? ബിഫോർ യൂസ് ചെയ്യോ എഗോ യൂസ് ചെയ്യോ? ഞാൻ ഈ പ്ലേസ് ഇതിനു മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് യൂസ് ചെയ്യും? എന്താണ് ഒന്നും പറയാത്തെ? ഞാൻ ഈ പ്ലേസ് ഇതിനു മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് വിസിറ്റഡ് ദിസ് പ്ലേസ് ബിഫോർ എന്നാ പറയാ. ഞാൻ ഈ പ്ലേസ് മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മുൻപ് എപ്പോഴോ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറയാം. അപ്പോ I have visited this place before എന്നാ പറയാം. I have visited this place before. ഞാൻ മുൻപ് എപ്പോഴോ ഈ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഈ സ്ഥലം 3 വർഷം മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴാണല്ലോ. ഞാൻ ഈ സ്ഥലം 3 വർഷം മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. I visited this place 3 വർഷമുണ്ട്. I visited this place 3 years ago. I visited this place 3 years ago or 3 years back. എന്നൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ബിഫോറും എഗോയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ നമ്മള് പറഞ്ഞു എഗോന് പകരം നമുക്ക് ബാക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. I visited this place 3 years ago or 8 years back. ഇത് രണ്ടും. അതുപോലെ തന്നെ നമുക്ക് ബിഫോറിലുണ്ട്. അപ്പോ I have visited this place before എന്ന് പറയുമ്പോൾ I have visited this place earlier. നമുക്ക് ഏർലിയർ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബിഫോറിന് പകരം ഏർലിയർ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യാം. ഏർലിയർ clear. Okay, we can use the word earlier instead of preposition before. Okay, അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ടു, ബിഫോർ, എഗോ ഈ 3 പ്രപ്പോസിഷനും നമ്മൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ആധികാരികമായി ഒരുപാട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ കൂടെയുള്ളൂ. ഓക്കെ, സോ ഇതുവരെയും പഠിപ്പിച്ചത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോ? മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടോ? No, ma'am. ക്ലിയർ ആണ്? ഇഷ്ടമാണ് എന്റെ ക്ലാസ്? ക്ലാസ് എല്ലാവർക്കും മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി എല്ലാവർക്കും ഇഷ്ടമല്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാനേ. ഓക്കെ, അപ്പൊ പ്രപ്പോസിഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ്? കുറച്ചു നേരം ഇന്ററാക്ട് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? പറയൂ, റെഡിയാണോ? എന്നോട് സംസാരിക്കാൻ റെഡിയാണ് എല്ലാവരും? സംസാരിക്കാനാണ്, ടെക്സ്റ്റിലൂടെയല്ല. എനിക്ക് സംസാരിക്കണം, ഓൾറെഡി സംസാരിക്കാം. റെഡിയാണ് എല്ലാവരും? ഇതിനൊക്കെ സംസാരിച്ചു റെഡിയാണല്ലേ? ഓക്കെ, നിങ്ങള്
ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡിയാണോ? പറയൂ. സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ ഇംഗ്ലീഷില്? ആഗ്രഹമുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, പറയാനോട്ടോ. ഞാൻ പേര് വിളിക്കാൻ കാത്തുക്കണ്ട. ഓക്കെ, മിസ് ഞാൻ പറയാം എന്തുടങ്ങാം, പറയാം. പൊട്ടത്തെട്ടായിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എല്ലാവരും ക്ലാസ്സിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ സ്റ്റുഡൻസ് പറയുന്ന ഇംഗ്ലീഷ് ചിലപ്പോൾ പൊട്ടത്തെട്ടായിരിക്കാം. ഓക്കെ, സോ അതെല്ലാവരും എന്താണ് ആക്സെപ്റ്റ് ചെയ്യാം. എല്ലാവരും ക്ലിയർ തന്നെയാണല്ലേ? ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന പൊട്ടത്തെറ്റാണ്. അതുകൊണ്ട് ആരും നിങ്ങൾ കളിയാക്കിയോ ഒന്നും ചെയ്യില്ല. ഞാനും ഒരിക്കലും കളിയാക്കൊന്നും എന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, പഠിക്കുന്നതല്ലേ. അപ്പൊ ഞാനും പെർഫെക്റ്റ് ഒന്നല്ല കേട്ടോ. ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ആരും ലെഫ്റ്റായി പോകരുത്. ഓക്കെ, കാരണം ഫേസ് ചെയ്യാം. ഏത് പ്രോബ്ലം വരുമ്പോ ഫേസ് ചെയ്താൽ മാത്രമേ നമുക്കത് അത് മറികടന്ന് അടുത്തേക്ക് പോകണ്ടേ, അല്ലെ? അപ്പൊ ഫേസ് ചെയ്യാം. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഏറ്റവും ടഫായൊരു പ്രോസസ്സാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? മലയാളം തന്നെയാണ് വേഗം സംസാരിക്കാത്ത ആൾക്കാരാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മാക്സിമം സംസാരിക്കുക. ഓക്കെ, അതിനൊരു ടോപ്പിക് വേണ്ടേ? ടോപ്പിക് വേണോ? അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയോ? എന്താ ചെയ്യണ്ടേ? പറയൂ. എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യും. എന്താ ആരും ഉണ്ടാത്തേ? നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ? വേണോ? വേണം. വേണോ? എന്താ ചെയ്യണ്ടേ? ടോപ്പിക് വേണോ? അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ഇതിലൊക്കെ പറയും ടോപ്പിക് വേണം. യാ, ഓക്കെ. നമുക്കെടുക്കാം ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. What are the importance of education? You can say anything, disadvantages or advantages, anything. You can speak in English, not Malayalam. Okay. Yeah, who's first going to speak with me in English? Anyone? ആരാ പറയാ? ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫില്. ഇനി അഥവാ ഇമ്പോർട്ടന്റ് അല്ലേ, അല്ലെങ്കിൽ അല്ല, നോട്ട് അഗ്രീയിങ് വിത്ത് യു എന്ന് പറയാം. ഞാൻ അഗ്രി ചെയ്യുന്നില്ല, അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ അങ്ങനെ തോന്നുന്നു. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ അവർ ലൈഫ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആരാ തുടങ്ങാം? യെസ്, ശാലിനി പറയൂ. ശാലിനി പ്രിപ്പേർഡ് ആണ്. അല്ലേ? ആണോ? ഓക്കെ, ശാലിനി റെഡിയാണോ? പോയോ? ശാലിനി സനീഷ്. ഓക്കെ, എന്നോട് സംസാരിക്കാൻ എന്റെ മൈക്ക് ഓൺ ചെയ്യുന്നത്. യെസ്, ഓക്കെ. സോ വേറെ ആരാ സംസാരിക്കാം? യെസ്, റൻഷീന പറയൂ. Education is nowadays is very important because there are so പറഞ്ഞോ, നിങ്ങളൊക്കെ പറയൂ. റംഷീന, ടെൻസിനെ മൈൻഡ് ചെയ്യണ്ട. ടെൻസ് ഒന്നും നോക്കണ്ട, ഗ്രാമർ നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഞാൻ ഒന്നും പറയില്ല. അത് റംഷീന പറഞ്ഞ തെറ്റാണ്, ഒന്നും ഞാൻ പറയില്ല. ഒന്നും നോക്കണ്ട, വെറുതെ പറഞ്ഞോളൂ. ഓക്കെ, മറ്റേ സിനിമയിൽ കടകോറ പറയുന്നത് പോലെ അവരുടെ വീക്ഷണങ്ങൾ ചുമ്മാ പറയാം. അത് മതി. ഓക്കെ, education is very important in nowadays because there are so many field in കിട്ടണില്ല മാഡം ഇംഗ്ലീഷിലാകുമ്പോ.
പറയൂ. ടെൻഷൻ വന്നിട്ടാണ്. ടെൻഷൻ ഇല്ല. ടെൻഷൻ. വാക്കുകൾ മലയാളത്തിൽ കിട്ടണ എത്ര ഇംഗ്ലീഷ് കണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക്. മലയാളം ഇംഗ്ലീഷും കണക്ട് ചെയ്ത് പറഞ്ഞാലോ, മിക്സ് ചെയ്ത് പറഞ്ഞാലോ. ഓക്കെ നോക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെയാണെങ്കിൽ ഫുള്ള് മലയാളമേ പറയുള്ളൂ. ക്ലിയറാണ് മാഡം, കിട്ടണില്ല ഇപ്പൊ ഒന്നും. പേടിയാണോ? പേടിച്ചിട്ടാണോ? അത് തന്നെ തോന്നുന്നു. എന്തൊക്കെയോ ഗീടെ മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ വന്നിരുന്നേ, ഇപ്പൊ പറയാൻ നിന്നപ്പോ ഒന്നും കിട്ടണില്ല. ആഹാ, എന്തിനാ പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? അതെ, പേടിക്കണം അതല്ല, അതന്നെ മാഡം പറഞ്ഞത് ആ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന അത് കിട്ടുന്നില്ല. അതെ. നമ്മള് ഇനി പറയുമ്പോ തെറ്റായിരിക്കുമോ? തെറ്റ് പറഞ്ഞാല് ഇനി എന്തെങ്കിലും കളിയാക്കോ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുമെന്ന് തോന്നിയിട്ടാണ് അല്ലെ? അങ്ങനെ ചിന്തിക്കണം. ആരൊന്നും വിചാരിക്കില്ല. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഞാൻ നോക്കുന്നത് നിങ്ങൾ ഇത്രത്തോളം കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നുള്ള, നിങ്ങൾ അത് പറയാൻ എഫേർട്ട് എടുക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എഫേർട്ട് എടുത്താലേ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും. ആ എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് എടുക്കാനാണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മനസ്സിലായോ? മുന്നോട്ട് വരാം. ഇപ്പൊ റംഷീന വന്നപ്പോ ഓക്കെ ഞാൻ പറയാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു 2 വരി പറഞ്ഞില്ല, അത് തന്നെ ധാരാളം. അടുത്ത ക്ലാസ്സിൽ ഒരു 2-3 കൂടി പറയും. മനസ്സിലായോ? എഴുതാൻ പിന്നെയും കിട്ടും, പറയാനാണ് കിട്ടാത്തത്. അതെങ്ങനെയാണ്? എഴുതുമ്പോ നമുക്ക് ആലോചിക്കാൻ ടൈം ഉണ്ട്, പക്ഷെ സംസാരിക്കുമ്പോൾ നമുക്ക് അത്രയും ടൈം കിട്ടുന്നില്ല. അതാണ് വ്യത്യാസം. അത് പക്ഷെ സംസാരിച്ച് ഓക്കെ ആകും കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, കുറച്ച് കഴിയുമ്പോ ഒന്നുകൂടെ നോക്കാം, സംസാരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആരാ? ഷെറിൻ. ഓക്കെ, എനിക്ക് അങ്ങനെ വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, എന്നാലും അറിയാം. എഡ്യൂക്കേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പീപ്പിൾ പീപ്പിൾ നോട്ട് വാല്യൂ, എത്രയൊക്കെ തന്നെ അറിയുള്ളൂ. അങ്ങനെ ഉദ്ദേശിച്ചു വന്ന് അത്ര തന്നെ അറിയുള്ളൂ. ഇനി കുറെ ചിന്തിച്ചാലേ കിട്ടുള്ളൂ. മലയാളം പറഞ്ഞു വന്നിട്ടേ നമുക്ക് ഇംഗ്ലീഷ് അങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് അത് മനസ്സിലെന്താ തെറ്റോ എന്നുള്ളൊരു പേടി തന്നെയാണ്. തെറ്റും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, പറയുന്നത് തെറ്റാണെന്ന് വിചാരിച്ചതാണ്, ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഇങ്ങനെ പറയാം. ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ്, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അത് ഇംഗ്ലീഷ് സംസാരിക്കും, പൊട്ടത്തെറ്റ് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, റെഡിയാണ് എല്ലാവരും? ഓക്കെ. ഷെറി കുറച്ച് നെർവസ് ആണ്. ഓക്കെ, ഞാൻ കുറച്ച് വിളിക്കാം, അത് പറയാം. ഓക്കെ, എല്ലാവരും കേട്ടോ മിസ്റ്റേക്സ് മാത്രം പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ട് പറയണ്ട, മിസ്റ്റേക്സ് മാത്രം പറയാം. ഓക്കെ, ആൻസി പറയൂ. ഹായ് മിസ്. ആൻസി ഉണ്ടോ? ആൻസി അലക്സ് പറയും. Hi miss. Education can better jobs and higher salaries. Hello. പറയൂ. Education can promote better jobs and high salaries. Hello. കണ്ടിന്യൂ, കേൾക്കുന്നുണ്ട് കേട്ടോ, കണ്ടിന്യൂ ചെയ്യും. പിന്നെ ബാക്കി വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു. അടുത്ത ആൻസി പറയൂ. ആൻസി പറയൂ. Education is very important. Help to develop skills and knowledge. No.
help to knowledge and skills. കേൾക്കണുണ്ടോ? യാ കേൾക്കാം, പറയൂ. പിന്നെ improve to society and lives. അത്രേ അറിയുള്ളൂ. അത്ര അറിയുള്ളൂ. ഓക്കെ, ഇനി ആരാ അടുത്തത്? അക്ഷര. Yes, miss. Education is the most important part of our life. Education gives um, education education gives good employment. അക്ഷര ഒട്ടും ക്ലിയർ അല്ലല്ലോ, സൗണ്ട് കുറവാണോ? Okay, miss. ഇപ്പൊ കേക്കാവോ miss? ആ ഓക്കെ. Education is the most important part of our life. Education gives good development, employment, and identity. ബാക്കി അറിയാമല്ലോ മിസ്സേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഷഹനാസ്. ഷഹനാസ്. ഷഹനാസ് എന്നല്ലേ പേര്? ഷഹനാസ് പി. Yes, ma'am. Sure. പറയൂ. Good afternoon, all of you. I'm here to speak about the importance of education in our life. എനിക്ക് ഒട്ടും ശബ്ദമില്ല, കേൾക്കാൻ പറ്റുന്നുണ്ടോ? വയ്യാതിരിക്കാണോ? ആ, ചുമയും സൗണ്ട് ഇല്ലായ്ക്കൊക്കെയാണ്. ആണോ? കംഫർട്ടബിൾ ആണോ? മനസ്സിലാവുന്നില്ല മിസ്. കംഫർട്ടബിൾ ആണെങ്കിൽ പറയൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറയുന്നത് ക്ലിയർ ആവണുണ്ടോ? ക്ലിയർ ആ. ഓക്കെ. ഞാൻ പറയാം. Education is important in our life because it helps people develop skills, confidence, and personality. It helps to find better jobs and contribute to society. മനസ്സിലായോ മിസ് ഞാൻ പറഞ്ഞത്? മനസ്സിലായി, മനസ്സിലായി. അത്രേ ഉള്ളൂ. That's all. മതി മതി. ഓക്കെ, റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? ഞാൻ പറയുന്നുണ്ടോ? ഞാൻ പറയാമെന്ന് ആരെങ്കിലും വരുന്നുണ്ടോ അവിടെ? ഞാൻ പറയാം മിസ്സേ എന്ന് പറഞ്ഞാലും വരുമോ? ഇല്ല, ഇങ്ങനെ ഞാൻ വരില്ല അല്ലെ? നിങ്ങൾ അങ്ങനെ വരില്ല മിസ്സേ. മിസ് തന്നെ വിളിക്കും. അനുഷ. അനുഷ കെ നാളെ. അനുഷ. Yes, ma'am. Yes, അനുഷ. Education is important for everyone. Education helps us to develop skills. അത്രേ ഉള്ളൂ മിസ്. രണ്ടിനെ പേര്. ഓക്കെ, ഇത് തന്നെ ധാരാളം. നെക്സ്റ്റ് ബിസ്മി. ബിസ്മി ബോബൻ. No response. Chinno. Chinno Siji. Yes, Chinno, tell me about education. Miss, education is more important in our life because it helps to develop our skills and learn good. അത്ര അറിയത്തുള്ളൂ മിസ്സേ. Okay. Marina George. Education is very much important in our life because it molds each citizen
It helps us to develop our skills and talents and knowledge. It also helps us to earn a job and it അത്രേ ഉള്ളൂ miss. മിനിമോൾ. Hi. ഓക്കെ, മിനിമോൾ പറയൂ. Education is very important and essential factor in our life. It develops skills and knowledge. It ensures a better life in our society. Speaking and learning is develop educational skills. മതിയോ? ഓക്കെ, മതി. ഇനി നെക്സ്റ്റ് ആരാ? സഹന. സഹന ടിനു ഇതാണോ പേര്? ഞാൻ പേര് വായിക്കുന്നില്ല, മിസ്റ്റേക്ക് എന്തെങ്കിലും പറഞ്ഞോ കേട്ടോ. പറയാനേ. ഓക്കെ, ഇനി ആരാ? സഹന ഇല്ല. സലിം. സലിം കാസിം. Hello, യെസ്, പേരെന്തായിരുന്നു? Suhana. സുഹാന. ഓക്കെ സുഹാന. Ma'am, education is very important to everyone. Education helps to find good opportunities. Education helps to learn new things. That's all. അത് ഇംഗ്ലീഷിൽ പറഞ്ഞു, ബാക്കിയാലും മാത്സിലാണ്. അത് മാത്രമേ ഉള്ളൂ മിസ്റ്റേക്ക്. നെക്സ്റ്റ് സമീര. സമീര. Education is the basis of human life. We cannot live a successful life without education. An educated person is seen with respect in society. Yeah, that's all. Sandra. Sandra Ritesh. Tanya ma'am. Education gives us knowledge and employment and identity. Ma'am. Yeah, പറയൂ സാന്ദ്ര. ഇത്രയേ ഉള്ളോ? Without education, we can not achieve our success. Education is an important or bright future. ഇത്രയേ ഉള്ളൂ മാം. അത്രയേ ഉള്ളൂ. ഇനി സിജി ഉമേഷ്. Okay. So, how do you feel now when you speak in English? Anything? അല്ലേ? എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ പറഞ്ഞു. എന്ത് തോന്നുന്നു? How do you feel now? ഇംഗ്ലീഷ് പറയണ്ട, മലയാളം മതി. പറയൂ, എന്ത് തോന്നുന്നു? പറഞ്ഞവരൊക്കെ ഒന്ന് പറഞ്ഞു. മാമിന് നമ്മളെ പറ്റി എന്ത് തോന്നുന്നു? എന്തോ? മാമിന് നമ്മളെ പറ്റി എന്ത് തോന്നുന്നു? എന്തോ? മാമിന് നമ്മളെ പറ്റി എന്ത് തോന്നുന്നു? എനിക്കെന്തോ, അത് ഞാൻ അവസാനം പറയാം. നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾ ഇംഗ്ലീഷ് കുറച്ചെങ്കിലും, കുറച്ചല്ല, ഒന്നോ രണ്ടോ ലൈഫ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നിയത് പറഞ്ഞപ്പോൾ? നമ്മളെ മലയാളം
മലയാളം പറഞ്ഞു പറഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷ് പറയുമ്പോ മലയാളം അറിയാത്തല്ല, ഇംഗ്ലീഷ് തീരെ കിട്ടാത്ത പോലെയാണ്. നമ്മളത് യൂസ് ചെയ്യണില്ലല്ലോ, തീരെ യൂസ് ചെയ്യണില്ലല്ലോ ഇംഗ്ലീഷ്. അതുകൊണ്ടാണ് അതാണ് ഇങ്ങനെ ഈ വെക്കും മൂളിയും പെട്ടെന്ന് നമുക്ക് അതിന്റെ അർത്ഥങ്ങളോ അല്ലെങ്കിൽ അത് എവിടെയൊക്കെ വെക്കണ്ടേ എന്നുള്ളതൊന്നും നമുക്ക് അറിയണില്ല. അതാണ് പ്രശ്നം വരുന്നത്. എന്നാലും എന്താ എന്തെങ്കിലും തോന്നിയിരുന്നോ ഇംഗ്ലീഷ് പറഞ്ഞപ്പോ? എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്തെങ്കിലും തോന്നുന്നു? ഇല്ലേ, ആർക്കൊന്നും തോന്നിയില്ല. ഇഷ്ടമായി. എന്താണ് ആർക്കും ഒന്നും തോന്നിയില്ല ഇംഗ്ലീഷ് സംസാരിച്ചപ്പോ? എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും 2 ലൈൻ സംസാരിച്ചില്ലേ? ട്രൈ ചെയ്താൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നി. എന്തോ അക്ഷര? ട്രൈ ചെയ്ത് തന്നെ സംസാരിക്കാൻ പറ്റും എന്ന് തോന്നി. എന്ന് തോന്നി. അത് നല്ലൊരു തോന്നലാണ്. പിന്നെ ഇനിയും പറയണമെന്നുണ്ട്. ശ്രമിച്ചാൽ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങി അല്ലേ? ശ്രമിച്ചാൽ പറ്റും, കുറെയൊക്കെ സംസാരിക്കാൻ തോന്നി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ സംസാരിക്കോ? കുറച്ചും കൂടെ സംസാരിക്കോ? ഞാൻ ടൈം തന്നാലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. മിസ്സേ, ഒരു എന്താ പറയാ വിഷയം തന്നിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. നമ്മൾ ആദ്യം തന്നെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് ഇപ്പൊ തൽക്കാലത്തിന് പഠിക്കാവുന്ന രീതിയിൽ അറിയാൻ. അത് അങ്ങനെ വേണ്ട മിസ്സേ, പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോ പറയുന്നതാണ് ഒരിത്. അത് നമ്മള് ടോപ്പിക് തരുമ്പോ നിങ്ങൾ ടോപ്പിക് തരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് അങ്ങനെ തന്നെ കോപ്പി അടിച്ച് വന്നിട്ട് പറയും. മനസ്സിലായോ? എനിക്ക് വേണ്ടത് അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നുന്നോ അതാണ് പറയേണ്ടത്. അതെ, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. അത്രയാണ് നിങ്ങളുടെ നോളജ് ഇംഗ്ലീഷ് എന്നുള്ളത് അല്ലെ? അത് നമ്മൾ പയ്യെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ഏത് ടോപ്പിക്ക് ചോദിക്കും എന്ന് നിങ്ങൾക്കൊരു ധാരണ വേണം അല്ലെ? അടുത്ത ക്ലാസ്സിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു 2 ടോപ്പിക്ക് പറയാം. അതിൽ ഏതെങ്കിലും ടോപ്പിക്ക് ഞാൻ ചോദിക്കും. ഓക്കെ ആണോ? പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചല്ലോ അല്ലെ? എനിക്ക് നിങ്ങളിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് അറിയോ? നിങ്ങൾ സംസാരിക്കുക, നല്ല ആക്റ്റീവായിട്ട് സംസാരിക്കുക. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണോ ഒരു ടീച്ചർ സ്റ്റുഡന്റ് സംസാരിക്കുന്നത്, അതുപോലെ വേണം എന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ. ബാക്കി ക്ലാസ് ഒന്നും എനിക്കറിയില്ല, എന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒക്കെ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം ഞാനും നിങ്ങളൊരു ടീച്ചർ ആയിട്ടല്ല പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് നിങ്ങൾ അത്രയും ആഗ്രഹിച്ചു, ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അപ്പൊ അത് അത്രയും രസകരമായിട്ട് നിങ്ങൾക്കത് ഞാൻ പഠിപ്പിച്ചു തരണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഭയങ്കര ടീച്ചറാണ്, എനിക്ക് ഭയങ്കര അറിവാണെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ. എനിക്ക് കുറച്ച് അറിവേ ഉള്ളൂ ഇംഗ്ലീഷിനെ കുറിച്ച്, അത് നിങ്ങൾക്ക് പറഞ്ഞു തരണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ടത് നിങ്ങളുടെ റെസ്പോൺസ് ആണ്. എന്ത് വേണമെങ്കിലും ചോദിക്കാം. മിസ് എന്തൊക്കെയുണ്ട് മിസ്, വിശേഷ സുഖമാണോ, എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. ആ ഒരു രീതിയിൽ പോവാം, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോവാം. എനിക്ക് അത്രയേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ ഫ്രണ്ട്ലി ആയി നമ്മള് 2 പേരും സംസാരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്യും. ഇംഗ്ലീഷ് എല്ലാവർക്കും ആ ഒരു എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഫീൽ ചെയ്യില്ല. എന്തും പറയാമെന്നൊരു രീതി വരും. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിയാല് നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യും. മിസ്സിന്റെ അടുത്തല്ലേ, മിസ്സിന്റെ അടുത്ത് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മിസ്സല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറയും അല്ലെ? അങ്ങനെയാണോ? നമ്മള് പഠിച്ച് സ്കൂൾ ടൈമിൽ തുടങ്ങി പഠിച്ചു വന്നവരാണ് അല്ലെ? ഒരു ഫേവറേറ്റ് ടീച്ചർ എല്ലാവർക്കും ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഫേവറേറ്റ് ആവാൻ കാരണം? ചിന്തിച്ചിട്ടുണ്ടോ? ആ ടീച്ചർ ഒന്നില്ലെങ്കിൽ നിങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ട് ആ ടീച്ചറിന്റെ സബ്ജക്ട് നല്ല മാർക്ക് ഉണ്ടാകാം. ശരിയാണോ? ശരിയല്ലേ? അതെല്ലാവരും ലൈഫിലുണ്ട്, എന്റെ ലൈഫിലുണ്ട്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചാണ്, ഞാൻ എന്തെങ്കിലും ഒരു ടീച്ചർ ആയി കഴിഞ്ഞാല് അതേപോലെ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം ഫ്രണ്ട്ലി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ല, ടീച്ചറോട് എത്രയോ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലെ? അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്നോടും നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുക, സംസാരിക്കുക, ഇത് മതി.
അതുകൊണ്ട് പയ്യെ പയ്യെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ മുതല് നമുക്ക് സംസാരിക്കണം. ഏത് ടോപ്പിക്കാ വേണ്ടത് പറയൂ. ഇഷ്ടമുള്ള ടോപ്പിക്. ടീച്ചർ ഇഷ്ടമുള്ള 2 ടോപ്പിക് പറയും, ഞങ്ങളെ പ്രിപ്പയർ ആയിട്ട് വരാം. അപ്പോഴും എന്റെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടങ്ങളൊന്നുമില്ലേ? ഇന്നൊരു ടോപ്പിക് പറയൂ ആരെങ്കിലും ഒരാള്. ജസ്റ്റ് റാൻഡം ടോപ്പിക് ഒന്ന് പറഞ്ഞു. വലിയ ടോപ്പിക് ഒന്നും വേണ്ട, ചെറുത് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് പറയും ഒരാള്, ആരെങ്കിലും. ടെക്സ്റ്റ് ചെയ്താലും മതി, പെട്ടെന്ന് പെട്ടെന്ന്, ടൈമില്ല. ഇല്ല, ഓക്കെ. ടോപ്പിക് ടീച്ചിങ് ഒരു ടോപ്പിക് എടുക്കാം. അല്ലെങ്കിൽ ടോക്ക് അബൌട്ട് എനി ടീച്ചർ യു ഇൻഫ്ലുവൻസ്, എന്തെങ്കിലും നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ഒരു ടീച്ചറെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക, ആ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അതിനെ കുറിച്ച് ഒന്ന്. ഇനി another one is God's own country, Kerala is all God's own country. So ഈ 2 ടോപ്പിക് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ടോപ്പിക് മറന്നു പോയാലൊന്നും ഓർമ്മിപ്പിക്കാം. ഓക്കെ, അപ്പൊ 2 ടോപ്പിക് മനസ്സിലായല്ലോ? ഏത് വേണമെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് 2ഉം ചെയ്യാം. ഓക്കെ, ഒരു കാര്യം. സെക്കൻഡ് ടോപ്പിക് ഏതാ പറഞ്ഞേ? എന്തോ സെക്കൻഡ് ടോപ്പിക് ഏതാ പറഞ്ഞേ? കേരള ഈസ് ഗോഡ്സ് ഓൺ കൺട്രി, കേരളത്തെ കുറിച്ച്. പിന്നെ ഒരു കാര്യം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഓക്കെ എന്ന് റെഫർ ചെയ്യാവുന്നതാണ്. പക്ഷെ അതുപോലെ തന്നെ വന്ന് പ്രസന്റ് ചെയ്യരുത് കേട്ടോ, അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നിങ്ങൾ ഗൂഗിളിൽ റെഫർ ചെയ്യൂ, അത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു so much. Thank you, ma'am. Okay, Thank you, ma'am. Okay, thank you. Bye. Thank you, ma'am. Thank you, ma'am.